ഹായ് ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ചിക്കനും കുറച്ച് വെജിറ്റബിൾസ് എല്ലാം വെച്ച് ഉണ്ടാക്കുന്ന ഒരു പൊറോട്ട റോൾ റെസിപ്പി ആയിട്ടാണ് വന്നത്. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും പിന്നെ അതുപോലെ തന്നെ ഡിന്നറായിട്ടും സ്നാക്സ് ആയിട്ടും എല്ലാം സെർവ് ചെയ്യാൻ പറ്റുന്നതാണ്. വീഡിയോ ഫുള്ളായിട്ട് തന്നെ കണ്ടുവെക്കാം. ആദ്യമേ ഉണ്ടല്ല ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ചിക്കൻ എടുത്ത് വെച്ചിനെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി, 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ട് ഇത് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നിങ്ങൾക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാൻ ടൈം ഉണ്ടെങ്കിൽ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക, ഒരു 10 അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ്. ഇതിപ്പം ഞാൻ ഡയറക്റ്റായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. സമയമില്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു 5 മിനിറ്റ് ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. നല്ലതാണ്, ചിക്കൻ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. എന്നിട്ട് നമ്മൾ സാധാ ചിക്കനെല്ലാം ഫ്രൈ ചെയ്തെടുക്കുന്നത് പോലെ ഫ്രൈ ചെയ്തെടുക്കുക. ഇതിപ്പം വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. തിരിച്ചു മറിച്ചിട്ടിട്ട് ചിക്കൻ നല്ലോണം ഫ്രൈ ചെയ്തെടുക്കുക. ചിക്കൻ നല്ലോണം ഫ്രൈ ചെയ്താൽ ഇത് വേറൊരു പാനിലേക്ക് ഞാൻ മാറ്റുന്നുണ്ട്. ഇതുണ്ടല്ല, ഈ ഒരു സ്റ്റെപ്പ് ഓപ്ഷനിലാണ്, പക്ഷെങ്കിൽ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതും കൂടി വരുമ്പോൾ അതിൻ്റെ കറക്റ്റ് അടിപൊളി ടേസ്റ്റായിട്ട് കിട്ടുന്നു കേട്ടോ. ഇതിപ്പം ചിക്കൻ വേറൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് കനലൊന്നും നല്ലോണം കത്തിച്ചിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ മന്തിക്കെല്ലാം ചെയ്യുന്നില്ലേ അങ്ങനെ. പിന്നെ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ പുക വരുന്ന സമയത്തൊന്ന് അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ. ഒരു 5-10 മിനിറ്റ് ഇങ്ങനെ അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു സ്മോക്കി ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പം. ചിക്കന് നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. ഇനി പിന്നെ ഇതാ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തിട്ടുള്ള ആ ഒരു പാനിൽ തന്നെ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിനെ. പിന്നെ ഉള്ളി, ക്യാപ്സിക്കം ഇതെല്ലാം സ്ലൈസായിട്ട് നീളത്തിലായിട്ട് കട്ട് ചെയ്തതാണ്. അതിട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട്. ഉള്ളിയും ക്യാപ്സിക്കം ഉണ്ടല്ല നല്ലോണം വാടി വരണ്ട. നമ്മളിത് പൊറോട്ട റോൾ കഴിക്കുന്ന സമയത്തുണ്ടല്ല ചെറുങ്ങനെ കടിക്കാൻ കിട്ടണം. അങ്ങനെ അത് കറക്റ്റ് ഒരു ടേസ്റ്റ് കിട്ടുന്നു. അങ്ങനെ ഉള്ളിയും ക്യാപ്സിക്കം ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ഇതിലുണ്ടല്ലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എല്ലാം ചേർക്കുക കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാരറ്റ് സ്ലൈസ് ആയിട്ട് ചേർക്കുക. പിന്നെ നിങ്ങൾക്ക് ചിക്കൻ വെജിറ്റബിളാണ് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ ഇതാ പൊറോട്ട വാങ്ങിയാണ് കേട്ടോ ഞാൻ ചെയ്തതിന്. ഇനിയിപ്പോൾ ഇത് പൊറോട്ട ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. തിരിച്ചു മറിച്ചിട്ടിട്ട് പൊറോട്ട ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുബൂസിൽ ചെയ്യാം, പിന്നെ അതുപോലെ ചപ്പാത്തി, അങ്ങനെ എല്ലാത്തിലും ചെയ്യാം കേട്ടോ. പൊറോട്ട ചൂടാക്കിയിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മളിതാ നേരത്തെ വെച്ചിട്ടുള്ള ഉള്ളിയും ക്യാപ്സിക്കും എല്ലാം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് റെഡ് ചില്ലി സോസ് 1 ടീസ്പൂണ്, പിന്നെ അതുപോലെ തന്നെ ടൊമാറ്റോ സോസും കൂടി ചേർക്കുന്നുണ്ട്. അത് 2 ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി പിന്നെ ഉണ്ടല്ലോ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ചിക്കൻ ഉണ്ടല്ലോ, ആ ചിക്കൻ ഒന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് ക്രഷാക്കി എടുത്തിട്ടുണ്ടായിന്. അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചിക്കനും കൂടി ഇട്ട് കൊടുത്തിട്ട് മൊത്തത്തിലായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ചിക്കൻ ഇടുമ്പോണ്ടല്ല നല്ല സ്മെല്ലാണ് കേട്ടോ ഉണ്ടാവുന്നത്. നമ്മൾ ആ സ്മോക്കി ഫ്ലേവർ ചെയ്തുകൊണ്ട് തന്നെ അടിപൊളി സ്മെല്ലാണ് കേട്ടോ. എന്നിട്ട് കുറച്ച് സമയം ഒന്ന് അടച്ച് വെക്കുന്നുണ്ട്. ആ ഒരു ചിക്കൻ്റെ ഫ്ലേവറെല്ലാം വെജിറ്റബിൾസിൽ ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ലാസ്റ്റ് ഇതാ ചെറുനാരങ്ങ നീരും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഫ്ലെയിം അങ്ങ് ഓഫാക്കി എടുക്കുന്നുണ്ട്. ലാസ്റ്റ് മല്ലിയിലും കൂടി ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. പൊറോട്ട റോളിന് വേണ്ടിയിട്ടുള്ള മസാലയുടെ റെഡി ആയിട്ടുണ്ട്.
അടുത്തതുണ്ടല്ലോ ഒരു സോസ് റെഡിയാക്കിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ മയോണൈസ് റെഡിയാക്കി വെച്ചിനെ ഇതിലേക്ക് 1 ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്, പിന്നെ 1 ടീസ്പൂൺ റെഡ് ചില്ലി സോസ്, പിന്നെ സ്പൈസി ഇഷ്ടമാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക. സ്പൈസി ഇഷ്ടമല്ലെങ്കിൽ റെഡ് ചില്ലി സോസ് സ്കിപ്പാക്കി എടുക്കുക കേട്ടോ. ഇത് നല്ല സ്പൈസി അല്ല കേട്ടോ, നോർമലായിട്ടുള്ളതാണ്. അങ്ങനെ ഇതെല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. പൊറോട്ടക്ക് സ്പ്രെഡാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സോസാണ് ഇത്. ഇതൊരു സൈഡിൽ മാറ്റി വെച്ചിട്ടുണ്ട്. അടുത്തത് നമ്മൾ നേരത്തെ റെഡിയാക്കിയിട്ടുള്ള ചൂടാക്കിയെടുത്ത ആ ഒരു പൊറോട്ടയില്ലേ, ഇതുപോലെ ടിഷ്യൂ പേപ്പർ വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത്. കഴിക്കാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ. പിന്നെ ഇതാ പൊറോട്ടൻ്റെ മേലായിട്ട് സോസ് അത്യാവശ്യം നല്ലോണം തന്നെ സോസ് ആക്കിയെടുക്കുക. പൊറോട്ട നല്ലോണം വെറ്റായി കഴിഞ്ഞാൽ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അല്ലെങ്കിൽ ഭയങ്കര എന്താ പറയുക, ഹാർഡ് പോലെ ഉണ്ടാവുക. നല്ലോണം സോസെല്ലാം ആയി കഴിഞ്ഞാൽ പൊറോട്ട നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ. അങ്ങനെ സോസ് ആക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മൾ നേരത്തെ റെഡിയാക്കിയിട്ടുള്ള ആ മസാലയില്ലേ, അതും കൂടിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ മസാലേൻ്റെ മേലെ കുറച്ചും കൂടി സോസ് ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി പിന്നെ നമ്മൾ ഷവർമ്മക്കെല്ലാം മടക്കിയെടുക്കുന്നത് പോലെ ഇതുപോലെ മടക്കിയെടുക്കുക. 2 സൈഡിലും ഇതുപോലെ റോളാക്കി എടുക്കുക. ടിഷ്യൂ വെച്ചിട്ട് കവർ ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഭയങ്കര സിമ്പിളാണ്. നമുക്ക് സ്കൂളിൽ കുട്ടികൾക്ക് ടിഫിനായിട്ട് കൊടുക്കാനും അടിപൊളിയാണ്. സ്നാക്സിനെല്ലാം ഇങ്ങനെ റോളാക്കി എടുത്തിട്ട് സ്ലൈസായിട്ട് ഒന്ന് കട്ട് ചെയ്താലും മതി. കുട്ടികൾക്ക് കഴിക്കാനും നല്ല എളുപ്പമല്ലേ കട്ട് ചെയ്ത് വെച്ചാൽ. അങ്ങനെ ബാക്കിയുള്ളതും അങ്ങനെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. അത്യാവശ്യം നല്ലോണം തന്നെ സോസായി കൊടുക്കുക കേട്ടോ. പിന്നെ ഇതാ മസാല വെച്ച് കൊടുക്കുന്നുണ്ട്. മസാലേൻ്റെ മേലിൽ കുറച്ച് സോസും കൂടി ആയി കൊടുത്തിട്ട് ഒന്ന് റോൾ ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഈ ഒരു റോള് ഒന്ന് കഴിച്ചാൽ തന്നെ മതി കേട്ടോ. വയറ് നല്ല ഫുള്ളാണ്. ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും പിന്നെ മാത്രമല്ല ചായക്കടിക്കും. പിന്നെ പൊറോട്ടയെല്ലാം നമ്മൾ ഡിന്നറിലാക്കിയ സമയത്ത് ബാക്കി ഉണ്ടാകുന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം ബ്രേക്ക്ഫാസ്റ്റിന് ഇതാക്കാനും ഭയങ്കര സിമ്പിളല്ലേ. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാമല്ലോ. അങ്ങനെ എല്ലാം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈസി ആയിട്ട് ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന പൊറോട്ട റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ലെറ്റ്യൂസെല്ലാം വെക്കുക കേട്ടോ, നല്ല ടേസ്റ്റാണ്. പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് വെക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മസാല ഐറ്റംസ് എല്ലാം വെക്കുക കേട്ടതിൽ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈസിയെല്ലാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, കഴിക്കാനും അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റ ഫോളോ ആക്കിയിട്ടില്ലെങ്കിൽ അതും കൂടി ഫോളോ ആക്കുക. ID എടുത്ത് കൊടുക്കുക. അപ്ഡേഷൻസ് എല്ലാം അതിലാണ് കേട്ടോ കൊടുക്കൽ. ഇനി അടുത്ത നല്ല റെസിപ്പി ആയിട്ടോ വ്ളോഗായിട്ടോ കാണാം. താങ്ക് യു. ബൈ.